അച്യുതാനന്ദൻ പക്ഷത്തെ വെട്ടിനിരത്തി പിണറായി പക്ഷം. സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവ് എന്ന അംഗീകാരം പോലും VS-നില്ല. കമ്മ്യൂണിസ്റ്റ് ഇതിഹാസത്തെ ഒഴിവാക്കിയതിൽ പൊട്ടിത്തെറിച്ച മേഴ്സിക്കുട്ടിയമ്മ. PK ശ്രീമതി മാനാവൂരും MM മണിയും കമ്മിറ്റിക്ക് പുറത്ത്. CPM-ന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്ന VS അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിരത്തി. അങ്ങനെ CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ പേരില്ലാതെ സംസ്ഥാന കമ്മിറ്റി പാനൽ. 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ VS-നെ ഒഴിവാക്കിയത് സംസ്ഥാന സമ്മേളനത്തിലും ചർച്ചയായി മാറി. മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്നും VS-നൊപ്പം അടിയുറച്ചു നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ തന്റെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPM-ലെ VS യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുകയാണ്. ആരോഗ്യാവസ്ഥ മോശമാണെങ്കിലും ആദരവെന്ന നിലയിൽ VS-നെ ക്ഷണിതാവാക്കാമെന്നായിരുന്നു CPM-ലെ ബഹുഭൂരിപക്ഷത്തിന്റെയും നിലപാട്. കൊല്ലത്ത് 1995 നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് CPM-ൽ VS തന്റെ പിടിമുറുക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് തന്റെ രാഷ്ട്രീയ ശിഷ്യനായ പിണറായി വിജയനെ VS-ന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ സാധിച്ചത്. എന്നാൽ പാർട്ടി സെക്രട്ടറി ആയതോടെ പിണറായി അച്യുതാനന്ദനുമായി തെറ്റി. പിന്നീട് VS-ഉം പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരികളുടെ നേതാക്കളായി മാറി. സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ VS-നെ ഒതുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റൻ സ്ഥാനം കൈപ്പിടിയിലൊതുക്കി. രണ്ടാം തവണ മുഖ്യമന്ത്രിയായതോടെ പിണറായിയുടെ കരുത്ത് വീണ്ടും കൂടി. ഇന്ന് പാർട്ടിയിൽ VS പക്ഷമില്ല. 30 കൊല്ലം മുൻപ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്ത് തെളിയിച്ച വിഭാഗത്തിന് നേതൃത്വം നൽകിയ VS-നെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ VS-ഉം കമ്മിറ്റികളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ VS ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ VS-നെ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. ഇത്തവണയും അത് തുടരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവ് എന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ പാർട്ടിയിൽ ഏറെയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി മറ്റൊരു തീരുമാനമാണ് നേതൃത്വം കൈക്കൊണ്ടത്. വിമർശനം ശക്തമാകുന്നതോടെ വീണ്ടും പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. VS-നെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് VS പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നതായിരുന്നു ഇതിനു മുൻപുള്ള ചരിത്രം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെയാണ് VS-നെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത്. വൈക്കം വിശ്വൻ, P കരുണാകരൻ, KJ തോമസ്, MM മണി, അന്തരിച്ച ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ ക്ഷണിതാക്കളായി. പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ VS-ന് പുറമെ വൈക്കം വിശ്വൻ, P കരുണാകരൻ, KJ തോമസ്, MM മണി എന്നിവർക്കും പാനലിൽ സ്ഥാനമുണ്ടായില്ല. ഇതിൽ MM മണി അടക്കമുള്ളവർ വലിയ അമർഷത്തിലാണ്. എന്നാൽ 2 സ്ഥിരം ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രത്യേക ക്ഷണിതാക്കളെ മധുര സമ്മേളനത്തിന് ശേഷം ഉൾപ്പെടുത്തുമെന്നത് വെറും വിവാദം ഒഴിവാക്കാനുള്ള സാങ്കേതിക പ്രസ്താവന മാത്രമാണെന്ന് വേണം കരുതാൻ. ഇത്തവണ സമിതിയിൽ നിന്ന് ഒഴിവായ PK ശ്രീമതിക്കും MK ബാലനും ആനാവൂർ നാഗപ്പനും പ്രത്യേക ക്ഷണിതാക്കളെന്ന പരിരക്ഷ പോലും ലഭിച്ചില്ല. എന്നാൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മന്ത്രി വീണ ജോർജും കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാനും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായി മാറിയിട്ടുണ്ട്. എന്തായാലും ഏറെക്കാലമായി പാർട്ടിയിൽ ശക്തമായിരുന്ന VS പക്ഷം ഏതാണ്ട് നാമാവശേഷമായിരിക്കുകയാണ്. എന്നാൽ ഇത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ.